ഹായ്, സുന്ദർ സിയുടെ സംവിധാനത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന അരൺമണി 4 പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു അരൺമണി ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ ചിത്രമാണ്. ഇതിന് വലിയ കണ്ടിന്യൂറ്റി ഒന്നുമില്ല. ഓരോ പാർട്ടും ഓരോരോ വ്യത്യസ്തമാർന്ന കഥകളൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ഒരു സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഡയറക്ടറായിട്ടുള്ള സുന്ദർ സി, അതുപോലെ തമന്ന, റാഷി ഖന്ന, രാമചന്ദ്ര രാജു ഒക്കെയാണ് ലീഡിങ് റോൾസിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഒരു വൺലൈൻ എന്നുള്ളത്, തൻ്റെ സഹോദരിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ജ്യേഷ്ഠൻ. ഓക്കെ, ഇതാണ് ഏകദേശം ഒരു വൺലൈൻ എന്ന് പറയാൻ സാധിക്കും. ഇനി ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ഒരു തമിഴ് ഹൊറർ കോമഡി സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ സാധാരണഗതിയിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ തമിഴ് ഹൊറർ കോമഡി സിനിമകൾ എന്നുള്ളത്. അതിലും ഈ സമീപകാലത്ത് കണ്ടതിലൊരു ഭേദപ്പെട്ട സിനിമ എന്നുള്ളത് DD റിട്ടേൺസ് ആണ്. വേറെ ഏറിയ സിനിമകളും നമ്മളെ നിരാശപ്പെടുത്താറാണ് സാധാരണഗതിയിലുള്ള ചെയ്യാറ്. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ സിനിമ അത്യാവശ്യം മികച്ചു നിൽക്കുന്നത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു കഥ ചൂസ് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ തന്നെയാണ്. ഈ ഒരു സിനിമയുടെ കഥ അവതരിപ്പിച്ച് പോകുമ്പോൾ തുടക്കത്തിലൊന്നും കാര്യമായിട്ടൊരു ഇമ്പ്രസീവായിട്ട് തോന്നുന്നില്ല. എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ചിത്രത്തിൻ്റെ കഥ എന്നുള്ളത്. കാരണം ഒരു കുറച്ച് സസ്പെൻസ്ഫുൾ ആയിട്ടാണ് കഥ മുന്നോട്ട് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമുക്കൊരു ഇമ്പ്രസീവ് ആയിട്ട് തോന്നും. കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ, ഇതൊരു ഹൊറർ സിനിമയാണ്. സോ ഒത്തിരി സ്കെയറി എലമെൻറ്റ്സ് ഒക്കെ കൊടുക്കേണ്ട കാര്യമുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. എന്നും പറഞ്ഞ് പേടിച്ച് വിറയ്ക്കത്തൊന്നുമില്ല. ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ നൽകുന്ന രീതിയിലുള്ള കുറേ സ്കെയറി മൊമെൻറ്റ്സും ഒക്കെ തന്നെ സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു കഥ ചിത്രത്തിന് എന്തായാലും ഉണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ പറയേണ്ട ഒരു കാര്യം, പ്രകടനങ്ങൾ, അതായത് കുറേ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. എസ്പെഷ്യലി പറയേണ്ടത് തമന്നയുടെ പ്രകടനമായിരുന്നു. കാരണം ആ ഒരു കഥാപാത്രത്തിന് കുറച്ച് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടാണ് പുള്ളിക്കാരത്തെ ആ ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു അമ്മ എന്നുള്ളൊരു രീതിയിൽ കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു ഫീലിലോട്ട് ആ ഒരു കഥാപാത്രം എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലെ പ്രകടനമൊക്കെ തന്നെ കൈയടിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. കൂടാതെ ഇപ്പോൾ സുന്ദർ സി ആകട്ടെ, അല്ലെങ്കിൽ രാമചന്ദ്ര രാജു, അദ്ദേഹം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു മുനിയായിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ തന്നെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു. നല്ല രീതിയിലാണ് അദ്ദേഹം നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ യോഗി ബാബു ഉണ്ട്, പിന്നെ VTV ഗണേഷൊക്കെ ഉണ്ട്. അവരെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഹ്യൂമറിന് വേണ്ടിയാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. സത്യം പറയാമല്ലോ, ക്രിഞ്ചായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആ കൂടി ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഉപയോഗപ്പെടുത്തിയ കോമഡി എന്നുള്ളൊരു കാര്യമാണ്. ഈ യോഗി ബാബുവിനെയൊക്കെ വെച്ചിട്ട് വളരെ ക്ലീഷായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ അടുത്തൊക്കെ കുറച്ച് ഫാമിലി ഓഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായില്ല എങ്ങനെ ഇവർ ചിരിക്കുന്നു, ഇത് കണ്ടിട്ട് എങ്ങനെ ചിരിക്കും എന്നുള്ളൊരു തോന്നലാണ് എൻ്റെ മനസ്സിലോട്ട് ഓടിയത്. പിന്നീടാണ് മനസ്സിലായത് ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു ജനറൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ കേട്ടുമറന്ന കോമഡി ആണെങ്കിൽ കൂടിയും പിന്നെ അവർ ആസ്വദിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ട് ചിരിച്ച ടിപ്പിക്കൽ ടൈപ്പുള്ള കോമഡികളൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. സോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ ചിരിക്കുമായിരിക്കും. എന്നിരുന്നാൽ കൂടിയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള പ്രകടനങ്ങളൊക്കെ രസമായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം ഒരു നീറ്റായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. എസ്പെഷ്യലി പറയേണ്ടത് ചിത്രത്തിൻ്റെ ഹിപ്പ് ഹോപ്പ് തമിഴ് അവരുടെയാണ് മ്യൂസിക് വർക്ക്. നല്ല ഡീസൻ്റ് ആയിട്ടാണ് മ്യൂസിക് നിന്നിട്ടുള്ളത്. അതുപോലെ ചിത്രത്തിൻ്റെ ആർട്ട് വർക്കിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം നല്ല രീതിയിലാണ് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഒരു ചിത്രത്തിനുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ എഫക്ട്സ് വർക്കുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും അങ്ങേറ്റം മാരമെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ചിലയിടങ്ങളിലെ എഫക്ട്സ് വർക്കുകളും കാര്യങ്ങളൊക്കെ രസമായിരുന്നു. അതായത് സെക്കൻഡ് ഹാഫിൽ ഈ ഒരു സെമിത്തേരിയിൽ നിന്നുകൊണ്ട് രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് തമന്ന, വേറൊരു ക്യാരക്ടർ, എന്താണെന്ന് സർപ്രൈസ് കളയണ്ടല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ആ ടൈമിൽ കൊടുത്ത എഫക്ട്സ് വർക്കുകളൊക്കെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എങ്കിൽ കൂടിയും ക്ലൈമാക്സിലൊക്കെ എഫക്ട്സ് വർക്കുകൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. എങ്കിലും ഓവറോൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ടെക്നിക്കൽ സൈഡൊക്കെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ സിനിമ അങ്ങേറ്റം മാരമെന്നൊന്നും പറയാൻ സാധിക്കില്ല. മെയിൻലി പറയേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ലോജിക്ക് നോക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മളിവിടെ ലോജിക്ക് നോക്കിപ്പോവും. അത്തരത്തിലുള്ള കുറേ അവിശ്വസനീയമായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലൈമാക്സിനെ പറ്റിയാണ് പറയേണ്ടത്. ക്ലൈമാക്സിൽ ഒരു നെടുനീളൻ ഫൈറ്റ് സീക്വൻസ് ആണ്. ഫൈറ്റ് നടക്കുന്നത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നായകൻ, അത് മനുഷ്യനായിട്ടുള്ള നായകനും ഓപ്പോസിറ്റ് വില്ലനായിട്ടുള്ള പ്രേതവും. അപ്പം സുന്ദർ സിയാണ് നായകൻ. അദ്ദേഹത്തിനോ ഒരു പ്രേതത്തെയാണ് താൻ അടിക്കുന്നത് എന്നുള്ള ബോധമില്ല. അത് പോട്ടെ, അംഗീകരിക്കാം. പ്രേതത്തിനെങ്കിലും തോന്നണ്ടേ ഞാനൊരു പ്രേതമാണ്, അത് പുള്ളിയുടെ അടിയൊക്കെ കൊണ്ടിട്ട് പറന്നു പോവുക. അപ്പോൾ അത്തരത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ
കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ലോജിക്കും കാര്യങ്ങളൊക്കെ മൊത്തം മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹൊറർ കോമഡി സിനിമ എന്നുള്ള രീതിയിൽ കാണാൻ കയറുകയാണെങ്കിൽ വലിയ മുഷിപ്പില്ലാത്ത ഒരു ആവറേജ് ടൈപ്പ് ഒരു സിനിമ കണ്ട് മടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. ഇതിലെ തുടക്കം കുറച്ച് ബോറായിരുന്നു, അതുപോലെ തന്നെ ക്ലൈമാക്സും കുറച്ചുകൂടി ബെറ്റർ ആക്കേണ്ടതായിരുന്നു. ഈ മധ്യഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഗംഭീരമായിരുന്നു. സോ ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10/6. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ തന്നെ പോകാം. യാതൊരു വിധത്തിലുള്ള അഡൽ കണ്ടന്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. സാധാരണ ഇത്തരത്തിലുള്ള സിനിമകളിലേക്ക് വരുമ്പോഴത്തേക്കും ഡപ്പാങ്കുത്ത് ഡാൻസ്, പിന്നെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സോങ് ഇങ്ങനെയൊക്കെ വെക്കേണ്ടതാണ്. പിന്നെ ആവശ്യമില്ലാത്ത കുറേ ക്രിഞ്ച് റൊമാൻസ് ഒക്കെ വെക്കേണ്ടതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സിനിമകളിൽ അവോയ്ഡ് ചെയ്തു എന്നുള്ളത് പ്രശംസനീയം, കൈയടിക്കേണ്ട കാര്യമാണ്. സോ കുട്ടികളൊക്കെ ആയിട്ടും നിങ്ങൾക്ക് പോയിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ടാറ്റ.